കഴിഞ്ഞ ഒരു വർഷം നമ്മളൊക്കെ കൊടുത്ത ടാക്സ് വെറും 29,000 കോടി രൂപയാണ്. 29,000 കോടി രൂപയാണ്. അതേസമയം സെസ്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസും വഴി നമ്മൾ 3 ലക്ഷം കോടിക്ക് മുകളിൽ തുക അടച്ചിട്ടുണ്ട്. എന്താണ് വ്യത്യാസം എന്നറിയാമോ? സെസ്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ട, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ട, ടാക്സ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ടാക്സ് കൂട്ടില്ല, പകരം എക്സൈസ് ഡ്യൂട്ടി കൂട്ടും, കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും, സെസ് കൂട്ടും. ഇത് മോദി സർക്കാരിൻ്റെ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടമാണ്. നോക്കൂ, നാരേഗ പോലെ, കുട്ടികളുടെ ഉച്ചഭക്ഷണം പോലെ, റൂറൽ ഹെൽത്ത് മിഷൻ പോലെ, ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പിൻ്റെ പോലെ ഒരുപാട് പദ്ധതികൾ വെട്ടിച്ചുരുക്കുക, അതിൻ്റെ പണം കൊടുക്കാതിരിക്കുക, അതിൻ്റെ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഷെയർ 60-40 ആക്കി വെട്ടിച്ചുരുക്കുന്നത് ഒന്ന്. രണ്ട്, ടാക്സുകൾ ഒരു കാരണവശാലും കൂട്ടാതെ, പ്രത്യേകിച്ച് പെട്രോളിൻ്റെത് മറന്നു പോകരുത് കേട്ടോ. 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ ഒരുപാട് അണ്ണന്മാർ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അങ്ങനെ ചെയ്ത ഒരു സർക്കാർ ക്രൂരമായി പെട്രോളിൻ്റെ വില ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 60 എന്ന് പറഞ്ഞാൽ സർവ്വകാല റെക്കോർഡാണ് ഇടിവിൻ്റെ കാര്യത്തിൽ. 30 രൂപ ഒരു ലിറ്ററിൻ്റെ വില, നമുക്കെത്രയാ 105 രൂപയ്ക്കാണ്. 30 രൂപയ്ക്ക് വാങ്ങിയിട്ട് 105 രൂപയ്ക്ക് തരികയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. നമ്മൾ നാരേഗ പദ്ധതിയെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഞെരുക്കി കൊല്ലുന്നതിൻ്റെ, നമ്മുടെയൊക്കെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാന ആണികളിൽ ഒന്നാണ്. മോദി സർക്കാരിനെ പിന്തുണർക്കും അല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ നിങ്ങൾ രാമൻ്റെ പേരോ വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരോ, ഹിന്ദു ദൈവങ്ങളുടെ മുഴുവൻ പേരും ഒരുമിച്ചിട്ടുള്ളൂ, മഹാത്മാഗാന്ധിയുടെ പേര് നിങ്ങൾ ഇവിടെ നോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിക്കോ, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ സാധാരണ തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ ദിനം അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു വരുമ്പോൾ, അപ്പം